ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വീട് മൊത്തം ഒന്ന് ശരിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ അൽഹംദുലില്ലാ രാവിലെ തന്നെ ചായ കുടിച്ചുകൊണ്ടിട്ട് തുടങ്ങിയിട്ട് രാവിലെ ചായക്ക് കടി എന്താണെന്ന് വെച്ചാൽ ദോശ മീൻ ഗ്രേവി ആക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചുകൊണ്ടിട്ട് തുടങ്ങിയിട്ട് ഫിനിമോളും ഷിബിലിമോനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലില്ല കേട്ടോ. അവർ രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വരെ എത്തുമെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഷിബിലിമോനെ ഇനി വന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നല്ലേ ഈ ടൈമിലല്ലോ. പിന്നെ നാളെ അറഫായി, മറ്റന്നാൾ പിന്നെ പെരുന്നാളും ആയില്ലേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. എത്തുന്നിടത്തോളം എത്തും, ചെയ്യുന്നിടത്തോളം ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാനവിടെ തുടങ്ങിയിട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും വേണം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒറ്റക്കട തുടങ്ങും കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നുള്ള രീതിയിലാണ് തുടങ്ങും കേട്ടോ. അതിലിടക്ക് പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കും ചെയ്യും കേട്ടോ. കാലിൽ വെരിക്കോസ് ഉള്ള കാരണം ഒറ്റക്ക് ഇങ്ങനത്തെ പണികളൊന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ. ഒന്നെങ്കിൽ അയക്ക വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഷിബിലിമോന് വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ദിവസം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒറ്റക്ക് തന്നെ നിന്നതായിരുന്നു കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ മാറാല തട്ടലൊക്കെ അടുക്കളയിലെത്തി. ഈ മാസമാണെന്നുണ്ടെങ്കിൽ മൾത്തിരി ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ പിന്നെ പനിയായിരുന്നു. അപ്പോൾ പിന്നെ നല്ലോണം റെസ്റ്റ് എടുക്കാൻ വെച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെതായ കുറച്ച് കൂടുതൽ കച്ചറകൾ അകത്ത് കാണുന്നുണ്ടേനു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാഞ്ഞിട്ട് എന്തോ പോലെയൊക്കെ തോന്നായിരുന്നു കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സമാധാനമാവുള്ളൂ കേട്ടോ എന്നും ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ പിന്നെ ഓരോരോ ഇതായിട്ട് പിന്നെ ഇങ്ങനെ നീണ്ടു പോയതായിരുന്നു കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് ഇതിനോട് നിന്നു കേട്ടോ. അങ്ങനെ എണീറ്റ് സ്പോട്ടിൽ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ പുതപ്പുകൾ. അപ്പോൾ അത് കുറച്ച് സമയം സർഫിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാനിത് അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് തന്നെ അലക്കി. പിന്നെ അതൊക്കെ ഉണക്കാണ് കേട്ടോ. എപ്പോഴും വിചാരിച്ചും പിന്നെ മഴയൊക്കെ ആകുമ്പോഴേക്കും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് അലക്കിയിടണമെന്ന് വിചാരിക്കും കേട്ടോ. ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെ അതുമായി അങ്ങനത്തെ അത് വാഷിംഗ് മെഷീനിൽ ഉണക്കാനിട്ടുകൊണ്ടത് അടുത്ത പണിക്ക് വന്നിട്ട് നമ്മളെ ഷിബിലിമാൻ്റെ റൂമിൽ ചെറിയ അൽമാരുണ്ടല്ലോ അത് റെഡിയാക്കി. കൂടുതലൊന്നും പരന്നിട്ടില്ല കേട്ടോ. എന്നാലും ഉള്ളതൊന്ന് വൃത്തിയാക്കണ്ടേ. പിന്നെ ഒക്കെ അതേപോലെ തന്നെ വെക്കും വേണ്ടേ. രണ്ടാളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ഞാൻ എടുക്കും വേണം, അതുപോലെ തന്നെ ഒതുക്കി വെക്കും വേണം കേട്ടോ. അതൊരു റിസ്ക് തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മുടെ വീടും പരിസരവും നമ്മൾ തന്നെ ക്ലീൻ ആക്കണ്ടേ. എന്നാലല്ല വീടിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ഒരു വർക്കത്തുണ്ടാവുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലിമോനും ഫിനിമോളും വീട്ടിലേക്ക് പോയപ്പോൾ എന്തോ പോലൊക്കെ തോന്നിട്ട് അവർ പോകാനാണെങ്കിൽ പോവുകയും ചെയ്ത്. പിന്നെ ഞാനും ഒറ്റക്കായി. പിന്നെ പണിക്ക് പോലെ അങ്ങനത്തെ ഇതിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതേ സ്പോട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ. അതിനുശേഷം അടുത്ത പണി നോക്കുകയാണ്. ഈ സമയം ചെയ്തതുകൊണ്ട് എന്താ പറയുക, മന്ത്ലി ക്ലീനിങ്ങും ആയി, പെരുന്നാൾ ക്ലീനിങ്ങും ആയിട്ടോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ രണ്ടും കൂടി ആയിട്ടാണ്. ഞാൻ മാസം ഇങ്ങനെ ക്ലീൻ ആക്കേണ്ടതുകൊണ്ട് കൂടുതൽ കച്ചറകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോമ്പിന് തഞ്ചുളി കഴിക്കൂല, അപ്പോഴൊന്നും കൂടുതൽ കച്ചറകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഉള്ളതൊക്കെ നമ്മൾ തട്ടിക്കൊട്ടും നോമ്പിനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും. നോമ്പിന് പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്നല്ലല്ലോ ചെയ്യല്ലേ. നോമ്പിന് പിന്നെ ഫുള്ള് സോപ്പും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം അരച്ച് കഴുകല്ലേ, ചുമരും നിലൊക്കെ അല്ലേ. പിന്നെ അതുപോലെ ആവില്ലല്ലോ ഈ ക്ലീനിങ്ങിലെ. അങ്ങനെ ഓരോന്ന് തുടച്ചിട്ടും അടിച്ചിട്ടും ഓരോന്ന് കഴിഞ്ഞു തുടങ്ങിയിട്ടാ. അതിന് ശേഷം ഇത് അൽമാര ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അൽമാര തുറന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് പിന്നെ ശരിക്കും പോലെ വെക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് ആ സ്പോട്ടത്തിൽ അങ്ങനെ തന്നെ അവിടെ അടച്ചിട്ടോ. പിന്നെ ഇത് അൽമാറിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ പിന്നെ ചീർപ്പ് സ്പ്രേ അങ്ങനത്തെ ഒക്കെ വെക്കുക, അതൊക്കെ ഒന്ന് എടുത്തിട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തൊട്ടിക്കട്ടിലൊന്നും നടക്കൂലല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ സ്കൂൾക്കുള്ള തിരക്കാവൂലേ. അപ്പോൾ പിന്നെ രാവിലെ ഈ പണികളൊന്നും നടക്കൂലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള പണി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ചെയ്യും വേണ്ട. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാനൊന്നും തോന്നില്ല കേട്ടോ. വൈകി കഴിഞ്ഞാൽ ഈ അൽമാർക്ക് കുറച്ച് പ്രായം കൂടുതലുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിൻ്റെ അൽമാരുണ്ട്. 15 വർഷമായിട്ടുണ്ട് ഈ അൽമാർക്ക്. ഇപ്പോഴും അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്ത് സാധനം നമ്മൾ അതിൻ്റെതായ ചിട്ടലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നു വരില്ലല്ലേ. അങ്ങനെ ഈ റൂമിൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചു. ജനലും വാതിലൊക്കെ പിന്നെ നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ ഒന്ന് അടിച്ചു വരാറുള്ളതാണ്. അതിന്മേലൊന്നും കൂടുതൽ കച്ചറ ഉണ്ടാവില്ല കേട്ടോ. ഈ ചെറിയ പൂഴികൾ ഉണ്ടാവില്ല, നമ്മൾ അടിച്ചു വരുമ്പോൾ എങ്ങനെയായാലും ആ പൂഴികളായിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് അറിയുണ്ടാവും, നമ്മൾ ഫിനിമോളുടെ കുറേ കളി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ അവർ കളിക്കുന്ന ഈ ചെറിയ പൈസ ഇല്ലേ, പിന്നെ ശരിക്കും പൈസ ഇല്ലാത്ത ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർ കളിക്കണം. അതാണ് കേട്ടോ ഇതിലുള്ള ഒരുപാട്. അത് അവൾ അങ്ങനെ എടുത്ത് വെക്കും, എന്നിട്ട് അതങ്ങനെ ഒരുക്കി കൂട്ടിയിട്ട് വെക്കും കേട്ടോ. ഞാനപ്പോൾ അതെന്ത് ചെയ്തതെന്ന് അറിയാം, അത് ഞാൻ വേസ്റ്റിൽ കിട്ടും. അതാണ് കേട്ടോ ഇത്ര കൂടുതൽ കച്ചറ. അങ്ങനെ ആ റൂമൊക്കെ കഴിഞ്ഞ് പിന്നെ ശേഷം ഞാനത് നമ്മുടെ റൂമിൽ വന്നാ കേട്ടോ. ഇവിടെ പിന്നെ തന്നെ കൂടുതലൊന്നുമില്ല, എന്നാലും ഉള്ളതൊന്ന് തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അർഫ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കാറായി. സ്കൂൾ പർച്ചേസിങ് ഉണ്ട്. അതുപോലെ തന്നെ നോട്ട്ബുക്ക് പുസ്തകങ്ങളൊക്കെ പൊതിയാനൊക്കെ ഉണ്ട്. പിന്നെ ഷിബിലിമാർക്ക് ഫിനിമോൾക്ക് പിന്നെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ നോട്ട്ബുക്കുകൾ വാങ്ങിയിട്ടില്ല, എന്നിട്ട് വേണിട്ട് അതൊക്കെ പൊതിഞ്ഞ് കൊടുക്കാൻ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ പെരുന്നാൾക്കും പിന്നെ ആർക്കും കൂടുതലായിട്ടൊന്നും നിൽക്കാനൊന്നും പറ്റില്ലല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ 28ാം തീയതി പെരുന്നാളല്ലേ.
പിന്നെ 28, 29, 30, 31 അല്ലേ ഉള്ളൂ. പിന്നെ 1-ാം തീയതി സ്കൂളും മദ്രസയും തുറന്നു അല്ലേ. ഇനി 1-ാം തീയതി 3-ാം തീയതി ഒന്നും കേൾക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ. എന്താണെന്ന് ശരിക്കും എനിക്കും അറിയില്ല. നമുക്ക് അത്രയും നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 30, 31 നമ്മൾ ഷിബിലിമോൻക്ക് മദ്രസയിൽ ഇന്ന് പുറത്ത് മദ്രസയൊക്കെ കൊണ്ടുപോകാണ്ട് സാഹിത്യോത്സവത്തിന്. എത്ര പെട്ടെന്നാണല്ലേ നമ്മളെ മക്കളെ വെക്കേഷൻ കഴിഞ്ഞത്. ഇതാ സ്കൂൾ തുറക്കാനായി. അങ്ങനെ ഏകദേശം ഈ റൂമിൽ അടിച്ചുവാലും തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പോഴേക്കത് നമ്മളെ വാഷിംഗ് മെഷീനിൽ ഉണക്കാനിട്ട് ഇതാ എന്നെ എടുത്തോളി എന്ന് പറയാൻ തുടങ്ങിയിട്ടോ. അങ്ങനത്തെ ഞാനതൊക്കെ എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാല് കടഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ പണി ചെയ്യുന്നത്. കോണിക്കോടിൻ്റെ താഴെയുള്ള ഭാഗമാണ് കേട്ടോ. ഇത് നമ്മളുടെ ഫിനിമോളുടെ കളിക്കോപ്പ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ കളിക്കോപ്പൊക്കെ എന്താ ചെയ്യാറോ ഇതുപോലെ ഇങ്ങനൊരു തൊട്ടിപ്പാത്രം കൊടുത്തേക്കണം കളിക്കോപ്പൊക്കെ അതിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവൾ കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുന്നിടും ചെയ്യും. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ എടുത്തു എന്നിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. വേണ്ടാത്ത ഒഴിവാക്കുകയും ചെയ്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡോറുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. ഇതിൻ്റെ ഒരു ഡോറിൽ ചെരുപ്പാളും വെക്കും, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഇൻവേർട്ടർ ഉണ്ട്. പിന്നെ ഒരു ഡോറിൻ്റെ ഉള്ളിലാണ് പിന്നെ അവളുടെ കളിക്കോപ്പും വെക്കുന്നത് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ആ പണികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അടുത്തതുപോലെ ഡൈനിങ് ഹാളിലാട്ടോ. ഡൈനിങ് ഹാളിൽ പിന്നെ കാര്യമായിട്ട് പണികളൊന്നുമില്ല. ഒന്ന് ടിവിൻ്റെ താഴെയുള്ള ബോക്സിൽ നമ്മുടെ പിന്നെ ഷിബിലിമോൻ്റെ പുസ്തകങ്ങൾ വെക്കുന്നത് അത് പിന്നെ അവൻ ഇടയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫിനിമോളുടെ ബുക്ക് വെക്കുന്നത് ബേസിൻ്റെ താഴെയുള്ള ഈ അറയിലാണ് കേട്ടോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഞാൻ മിഞ്ഞാന്ന് നേരാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കൂടുതലായിട്ട് നേരാക്കാനൊന്നുമില്ല. അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക എത്തിയിട്ട് പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഇക്ക ഡ്രസ്സൊന്നും മാറ്റിയിടാതെ തന്നെ ഇക്ക എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായി എത്തിയിട്ടാ. അപ്പോൾ പിന്നെ ഇക്ക ആദ്യം തന്നെ ഡോറൊക്കെ തുറക്കാമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ കുറച്ച് സമയം നിന്നെടുത്തപ്പോഴേക്കും എൻ്റെ കാല് കടയാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ ഇന്നത്തെ മുഴുവൻ ആക്കണില്ല, എത്തണ വരെ എത്തിയെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക വന്നപ്പോഴാട്ടെ എനിക്കൊരു സമാധാനമായത്. എൻ്റെ വെരിക്കോസിന് എങ്ങനെയായിരുന്നു കുറച്ച് നേരം നിൽക്കുക അതുപോലെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കാല് കടയൂട്ടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കടന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറും ചെയ്യട്ടെ. അങ്ങനെയാണ് കേട്ടോ എൻ്റെ വെരിക്കോസ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നതാണ്. എനിക്ക് എങ്ങനെയാണ് കേട്ടോ. എന്നും ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കൊട്ടി അടിച്ചൊല്ലി ലാസ്റ്റാണ് ചെയ്യാറ്. ഷെൽഫൊക്കെ ഇങ്ങനെ ശരിയാക്കും പിന്നെ ലാസ്റ്റായിട്ട് അടിച്ചു തരാറ്. ഇപ്രാവശ്യം എങ്ങനെയായിട്ട് ചെയ്തത് ഷെൽഫുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം തന്നെ ആ സ്പോട്ടിൽ തന്നെ അടിച്ചൊരിട്ടോ. അങ്ങനെ ഇവിടെ മേലെ അടുക്കളയിൽ എത്തിയിട്ടോ. ഈ ഷെൽഫുകളൊക്കെ തന്നെ കഴിഞ്ഞ മന്ത്ലി ക്ലീനിങ്ങിനൊക്കെ വൃത്തിയാക്കിയത് നിങ്ങൾ മറ്റുള്ള വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഉള്ളതൊന്ന് തട്ടിക്കൊട്ടി എടുക്കണ്ടേ. അങ്ങനത്തെ ആ ഷെൽഫിലുള്ളത് എല്ലാം വൃത്തിയാക്കി എടുത്തുട്ടോ. അതൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയൊരു മാറാല അങ്ങനെയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാനിവിടെ ചെയ്യുമ്പോൾ ഇക്കത് അവിടെ ഡോറ് പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഡോർ എത്തിയിട്ടോ. ഇക്ക എന്നോട് വന്നപ്പോഴേ ചോദിക്കുന്നത് പിന്നെ മാറാല തട്ടിയെന്നാട്ടോ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ മാറാല തട്ടാറില്ല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ മാറാല തട്ടുന്നത്. അധികം ഇവിടെ ഇക്കട്ടോ തട്ടാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ തട്ടുന്നതാണ് കൂടുതലും നല്ലതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇക്കട്ടോ തട്ടാറ്. പിന്നെ അതുമല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ മാറാല തട്ടി ശരിക്കും മുകൾക്ക് എത്തൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് മാറാല തട്ടിയുമ്പോൾ ഒരു PVC പൈപ്പ് വെച്ച് ഏച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ എനിക്ക് മാറാല തട്ടാൻ കഴിഞ്ഞത്. ഞാൻ കാല് കടയാൻ തുടങ്ങിയപ്പോൾ ഡൈനിങ് ഹാൾ വരെ മതി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഡോറുകളൊക്കെ പിന്നെ തുറക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ഇക്ക എന്നതുകൊണ്ട് പിന്നെ അതൊക്കെ ക്ലീനായി. ഇവിടെ പിന്നെ ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക എപ്പോഴേലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ടൈലൊക്കെ തുറക്കും അതുപോലെ തന്നെ ഡോറുകളൊക്കെ തുറക്കും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഷോക്കേസിൽ വെക്കുന്ന അങ്ങനെയുള്ള ഓരോരോ ഷെൽഫ് പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഞാനായിട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ ഞാൻ തന്നെയാണ് കേട്ടോ നല്ലത്. അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റെ ആ മട്ടത്തിന് ആവില്ല കേട്ടോ. അങ്ങനെ മേലെ അടുക്കളയിലുള്ള ഷെൽഫ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ അടഞ്ഞ് കിടക്കില്ല. അപ്പോൾ ചെറിയൊരു ചെതലിൻ്റെ പിന്നെ മണ്ണ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാൻ ചില സമയത്തൊക്കെ ഇതിൻ്റെ ഡോറുകൾ തുറന്ന് ഇടാറാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് കാറ്റ് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് കേട്ടോ ഒരു ഉപ്പിലിട്ട മാങ്ങൻ്റെ കുപ്പി കിട്ടിയത്. അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെച്ച് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്നാൾ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം അതിൽ ഉപ്പുണ്ടോ പിന്നെ സുർക്ക ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഷെൽഫ് വൃത്തിയാക്കുമ്പോഴേക്കും ഹിക്കത്ത് പിന്നെ തുടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ വീടിന് സ്റ്റോർ റൂമിലിട്ട് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഷെൽഫാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് അച്ചാർ അതുപോലെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വെക്കാറ്. അപ്പോൾ ഞാൻ കുപ്പി പിന്നെ നനച്ചുള്ള സമയത്തൊക്കെ കഴുകി വെച്ചതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ ടൈമിൽ എന്തായി ഒക്കെ തുടച്ച് വെച്ചു കേട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷീറ്റ് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് വീഡിയോ അല്ലേ. അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ. പിന്നെന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത്
പിന്നെ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകത്തിന് നേരാക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാങ്ങ കണ്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊതിയാവട്ടോ. അപ്പോൾ അതേ നല്ലോണം ഉപ്പൊക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഏതായാലും സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഷിബിലിമോനിക്കും ഫിനിമോൾക്കൊക്കെ ഇടയ്ക്കൊക്കെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഇനി നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എന്താ വെച്ച് സ്കൂൾക്ക് കൂട്ടാനെന്നാണ് കാരണം ഇവിടെ 2 പേര് ചോദിക്കട്ടെ. അപ്പം തലേന്ന് തന്നെ അവരെന്ത് ചെയ്യും, ഓർഡർ ചെയ്തിട്ടാ ഇന്ന സാധനം മതിയായിട്ട് ഓർഡർ ചെയ്തിടാറാട്ടോ അവരെന്നോട്. അങ്ങനെ അതെ അൽഹംദുലില്ലാ ഹജ്ജും പെരുന്നാളൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വീടും തന്നെ സുന്ദരിയായി ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷവും തൃപ്തിയായത്. അങ്ങനെ അതെ അൽഹംദുലില്ലാ ഉച്ചയ്ക്ക് 2:15 ആയപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇന്ന് തീരാൻ കാരണം നമ്മുടെ ഇക്കയാണ് കേട്ടോ. ഇക്ക ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഫുള്ള് ക്ലീനിങ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.